ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാതയിൽ ഇന്ത്യൻ എയർലൈനുകൾക്ക് പ്രവേശന അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് 6 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമപാതയിലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യക്ക് ഭീമമായ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാൻ വ്യോമപാതയിലെ നിരോധനം 1 വർഷത്തിലധികം നീണ്ടുപോയാൽ എയർ ഇന്ത്യയുടെ നഷ്ടം $600 മില്യൺ അഥവാ ഏകദേശം 5078 കോടി രൂപ ആയിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രമുഖ മാധ്യമമായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ കമ്പനിക്ക് സാമ്പത്തികമായി പിന്തുണ നൽകണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കമ്പനി കത്തെഴുതിയിട്ടുമുണ്ട്. കൂടുതൽ ദീർഘമായ വ്യോമപാതകളിലൂടെ സർവീസ് നടത്തേണ്ടി വരുന്നതിനാൽ തന്നെ ഉയർന്ന തോതിലുള്ള ഇന്ധന അനുബന്ധ ചിലവുകൾ കമ്പനിക്ക് ഉണ്ടാകും എന്നുള്ളതും തീർച്ചയാണ്. ഇത് നികത്തുന്നതിന് വേണ്ടിയുള്ള അധിക ചിലവിന് വേണ്ടി സബ്സിഡി അനുവദിക്കാമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 27-ാം തീയതിയിലെ കത്തിൽ ഏകദേശം $591 മില്യൺ നഷ്ടമാണ് എയർ ഇന്ത്യ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ പാക് തീരുമാനം ദോഷകരമായി ബാധിച്ച ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് സബ്സിഡി അനുവദിക്കുന്നത് ന്യായമാകുന്നതായിരിക്കും, സുതാര്യമായ തീരുമാനമാകുമെന്നും ഇപ്പോൾ തുറന്നു പറയുന്നു. സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി സാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. പാക് വ്യോമപാത അടച്ചത് തങ്ങളുടെ ദീർഘദൂര സർവീസുകളുടെ കൂടുതലായി ബാധിക്കുമെന്നും എയർ ഇന്ത്യ കേന്ദ്ര വ്യോമ മന്ത്രാലയത്തെ വ്യക്തമാക്കി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യൂറോപ്പ്, US, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെയാണ് ഇത് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. ഇത്തരം സർവീസുകൾ പൊതുവെ പാകിസ്ഥാൻ വ്യോമപാതയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നിലവിൽ ദൈർഘ്യമേറിയ കൂടുതൽ കഠിനമായ കാലാവസ്ഥ സാഹചര്യങ്ങളുള്ള റൂട്ടിൽ കൂടി ഫ്ലൈറ്റുകൾ പോകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കൂടുതലായും ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള റൂട്ടുകളാണുള്ളത്. ഇക്കാരണത്താൽ ചൈനയിൽ നിന്നും ഓവർ ഫ്ലൈറ്റ് അനുമതി നേടി നൽകണമെന്നും നോർത്ത് അമേരിക്കയിലേക്കുള്ള സുദീർഘമായ റൂട്ടിൽ കൂടുതൽ പൈലറ്റുമാരെ അനുവദിക്കണമെന്നും കമ്പനി ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. നിലവിൽ എയർ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര വ്യോമ മന്ത്രാലയവുമായി ചർച്ചകൾ നടത്തുകയാണ്. ഇപ്പോൾ പുതിയ വ്യോമപാതകൾ അനുവദിക്കുകയും നികുതി കിഴിവുകൾ, ഇന്ധനവിലയിൽ ആനുകൂല്യം തുടങ്ങിയവ നൽകുകയും ചെയ്തത് സർക്കാർ പിന്തുണയ്ക്കണമെന്നാണ് കമ്പനികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി റിപ്പോർട്ട് തേടുകയും ചെയ്തു.